ഇനി ഞാൻ ഓതുന്ന ആയത്ത് സൂറത്ത് തൗബയിലെ വളരെ ഗൗരവമേറിയ ആയത്ത്. നമ്മൾ റബീഉൽ അവ്വലിലൊക്കെ ചർച്ച ചെയ്യുന്നൊരായത്ത്. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. മനുഷ്യനെ വീടും കുടുംബവും കച്ചവടവും വീട്ടുകാരും മക്കളും ഭാര്യയൊക്കെ ഇഷ്ടമാണ് എന്ന ആ മനുഷ്യ പ്രകൃതത്തെ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ ഈ ഫിത്രത്തിനെ തസ്കീത്ത് ചെയ്യുകയാണിനി. ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ഖുൽ പറഞ്ഞു കൊടുക്കുക നബിയേ, ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും, നിങ്ങൾക്ക് ജനിച്ച നിങ്ങളുടെ മക്കള്, വഇഖ്വാനുകും വഅസ്വാജുകും, നിങ്ങളുടെ ആങ്ങള, നിങ്ങളുടെ പെങ്ങള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, വഅശീറതുകും, നിങ്ങളുടെ കുടുംബ ബന്ധുക്കള്, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, ഹലാലായി നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ ഹലാലായ സമ്പാദ്യം, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ, കച്ചവടം നഷ്ടമാകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം തുടങ്ങുമ്പോൾ ഭയങ്കര രസാ. ഇപ്പുറത്ത് ഒരു ചെരുപ്പ് കട തുടങ്ങി, ഇപ്പുറത്ത് വേറൊരുത്ത ചെരുപ്പ് കട തുടങ്ങി അല്ലേ, അസ്വസ്ഥ തുടങ്ങിയില്ലേ, പഠിച്ചോനെൻ്റെ കച്ചവടം പോകുമോ, ഇയാൾ എനിക്ക് പാരയാവോ, റെസ്റ്റോറൻ്റ് അടുത്ത് വേറെ റെസ്റ്റോറൻറ്റ് വന്നാൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി പോലെ ഓടിക്കാൻ നോക്കും ഒരു വിധം കഴിയുന്നവർ അല്ലേ. എന്തേ? അള്ളാഹുവിൻ്റെ ഖളായിൽ വിശ്വാസമല്ല. എൻ്റെ റിസ്ക് അല്ല എനിക്ക് തരും, അവൻ്റെ റിസ്ക്കെന്ന് എടുത്തിട്ടല്ല എനിക്ക് തരാം. എൻ്റെ റിസ്ക് എൻ്റേത്, അവൻ്റെ റിസ്ക്കും അവൻ്റെ മക്കൾക്ക് അല്ല വേറെ കൊടുക്കുകയാണ്. ഇത് കച്ചവടക്കാർ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് വേറെ ഒരാൾ വരുന്നതോടുകൂടെ നമുക്ക് ഒരു നഷ്ടം വരില്ല. ചില അറബികളൊക്കെ ഭയങ്കര വിശാല മനസ്സുള്ളവരുണ്ട് കേട്ടോ. ബാറക്ക, അല്ല ബർക്കത്ത് ചെയ്യട്ടെ, ആ കച്ചവടം തുടങ്ങി അവിടെ വന്നിട്ട് ദ്വാരം കൊടുക്കലും, ഇവിടെ അതേ ബിസിനസ് തൊട്ടിപ്പുറത്ത് മൂപ്പര് ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഇപ്പുറത്തെ കച്ചവടം നല്ല ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്തിട്ടാണ് പോവുക. നമ്മൾ അന്നേപ്പോൾ ലീവ് എടുക്കും, മുഖം കാണണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ, പോയി നോക്കണ്ട. അങ്ങനെയല്ല, സന്തോഷപ്പെടുക. അല്ല നിനക്കും റിസ്ക് തരട്ടെ, എനിക്കും റിസ്ക് തരട്ടെ, അങ്ങനെ പറഞ്ഞൂടെ. നമ്മൾ രണ്ടാൾക്കും സന്തോഷത്തോടെ കച്ചവടം നടക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഒരു പൊറോട്ട നിന്നോ രണ്ടെണ്ണം നിന്നാൻ തുടങ്ങും, ഒരു രാവിലെ ഒന്ന് വാങ്ങി വൈകുന്നേരം ഒന്ന് വാങ്ങാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാവുക. രണ്ട് കച്ചവടം ഒരുമിച്ചെടുക്കുമ്പോൾ ഡെയിലി ഒരു ചായ ഒരു സമൂസയും കുടിക്കണ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് തോന്നും അവിടുന്ന് ഒന്ന് വാങ്ങി, രാവിലെ ഇവിടുന്ന് വൈകുന്നേരം അവിടുന്ന് ആയിക്കോട്ടെ. അപ്പോൾ രാവിലെ മാത്രം വാങ്ങുന്ന ആൾ വൈകുന്നേരം വാങ്ങാൻ തുടങ്ങും, ഒന്ന് വാങ്ങിയാൽ രണ്ടെണ്ണം വാങ്ങിക്കാൻ തുടങ്ങും. ഇങ്ങനെ റിസ്ക് അള്ള കൂട്ടിത്തരുന്നുണ്ട്. ഇത്ര കച്ചവടം തുടങ്ങുന്നുണ്ട് ഇവിടെ അല്ലേ. അതിൽ അസൂയപ്പെടരുത്. അള്ളാഹു കച്ചവടം പറ്റി പറഞ്ഞ വാക്ക് നോക്കണം. വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ നഷ്ടപ്പെടുമോ, ലാഭനഷ്ടങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കച്ചവടം. വമസാകിനു തർളൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ സമ്പത്ത്, ബന്ധുക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, സഹോദര മക്കള്, ഉമ്മ വാപ്പ, ഇതിലാരെങ്കിലും ഹറാമായവരുണ്ടോ? നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരല്ലേ. ഇവരോടുള്ള സ്നേഹത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഹലാലായ സമ്പാദ്യമാണ്, നിങ്ങൾക്കത് ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കുഴപ്പമില്ലാത്ത വിഷയമാണ്. പക്ഷേ ഇതിനോടുള്ള നിങ്ങളുടെ ബന്ധം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ബന്ധത്തെക്കാളും വലുതാണ് നിങ്ങൾക്ക് ഇവയെങ്കിൽ അത് പ്രശ്നമായി. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ത്യാഗം ഇൽമു കൊണ്ടുള്ള ജിഹാദുണ്ട്, പൈസ കൊണ്ടുള്ള ജിഹാദുണ്ട്, അറിവ് കൊണ്ടുള്ള ജിഹാദുണ്ട്. പഠിപ്പിച്ചു കൊടുക്കൽ ജിഹാദാണ്, പുസ്തകം എഴുതൽ ഒരു തരം ജിഹാദാണ്, പൈസ കൊടുത്ത് സഹായിക്കൽ, ഒരു പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കൽ അതൊരു തരം ജിഹാദാണ്. ജിഹാദ് പറയുമ്പോൾ വെറും യുദ്ധവും ചോരയെന്നല്ല. ജിഹാദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ടു എക്സേർട്ട് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, ടു സ്ട്രൈവ് ഇൻ ദ കോസ് ഓഫ് അള്ളാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനർത്ഥം. അത് യുദ്ധം ഒരു ഘട്ടങ്ങളിൽ അതിൻ്റെ ഭാഗമാണ്.
പക്ഷേ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് നബിയെ നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ അർത്ഥം? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നതിൻ്റെ അർത്ഥം. നല്ല ഖുർആൻ കൈ പിടിച്ചിട്ട് വാളെടുക്കണം എന്നല്ല പറഞ്ഞു. മക്കയിൽ യുദ്ധം നിരോധിക്കപ്പെട്ട കാലം, യുദ്ധം ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞ കാലത്ത് ഖുർആൻ കൊണ്ട് ധർമ്മസമരം ചെയ്യണമെന്ന് പറഞ്ഞു. ജിഹാദ് എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അത്രയേ ഉള്ളൂ. കഠിനാധ്വാനം ചെയ്യാം, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാം. പടച്ചവന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ ഈ വീടോ കച്ചവടമോ നിങ്ങളുടെ തൊഴിലോ ജോലിയോ സമ്പത്തോ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ കൊച്ചുമക്കളോ ഉമ്മയോ ഉപ്പയോ ആണെങ്കിൽ ഫതറബ്ബസൂ, കാത്തിരുന്നോളൂ. അള്ളാഹു അവന്റെ ശിക്ഷ നിങ്ങളിലേക്ക് കൊണ്ടുവരും. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എല്ലാറ്റിനേക്കാളും മീതെ സ്നേഹിക്കാത്തവരെ ഫാസിഖുകൾ എന്നുവരെ അള്ളാഹു വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആയത്ത് സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്ത്. അപ്പോൾ സ്നേഹം കുഴപ്പമൊന്നുമില്ല. ആ സ്നേഹം അള്ളാഹും റസൂലും ഒരു വിഷയം വന്നാൽ അള്ളാഹുവിനോടും റസൂലിനോടും ആയിരിക്കണം ഈ ബന്ധം. സമ്പത്തിനോട് സ്നേഹം കുഴപ്പമൊന്നുമില്ല. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ ബാക്കി പറയുന്നത് നോക്കണം. അല്ലേ, നിങ്ങൾക്ക് അലങ്കൃതമായ കുതിരകൾ ഇഷ്ടമാണ്, നല്ല വാഹനങ്ങൾ, നല്ല വാഹനം മനുഷ്യന് ഇഷ്ടമാണ്, വീട് ഇഷ്ടമാണ്, സമ്പത്ത് ഇഷ്ടമാണ്, സ്വർണവും ആഭരണങ്ങളും പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് സമ്പത്ത് ഇഷ്ടമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا, ദുന്യാവിൽ നിന്ന് അവസാന ശ്വാസം വലിച്ചു പോകുന്നത് വരേക്കുമുള്ള ദുന്യാവിൽ ആവശ്യമുള്ള ചരക്കുകളാണിത്. ഖബറിലേക്ക് ഇതൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു മടക്കം മടങ്ങേണ്ടതുണ്ടോ. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പഠിപ്പിക്കട്ടെയോ എന്ന് പ്രവാചകരെ നബിയെ ജനങ്ങളോട് ചോദിക്കൂ. വണ്ടി വാഹനം കച്ചവടം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ശരി, അതിനേക്കാളും നല്ല ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. للذين اتقوا عند ربهم جنات تجري من تحتها الأنهار, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് താഴ്വാരങ്ങളിലൂടെ ശുദ്ധമായ പുഴകൾ ഒഴുകുന്ന, സ്വർഗത്തിലെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ പൂന്തോപ്പുകൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, അവിടെ ക്യാൻസർ വരുമോ എന്ന് പേടിക്കണ്ട, ഡയാലിസിസ് വരുമോ എന്ന് പേടിക്കണ്ട, ട്യൂമർ വരുമോ എന്ന് പേടിക്കണ്ട, പനി വരുമോ ജലദോഷമുണ്ടോ എന്ന് പേടിക്കണ്ട, മരണമുണ്ടോ എന്ന് ഭയപ്പെടണ്ട. മരണം ഭയപ്പെടാത്തൊരു ലോകം. ഈ ലോകത്ത് എന്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിലും ഉലമാ പറയും ഖദ്ദറഹൽ മൗത്ത്, എന്തൊക്കെ ആഡംബരങ്ങളും സൗകര്യങ്ങളും ദുന്യാവിലുണ്ടെങ്കിലും മരിക്കോലോ എന്ന് ആലോചിച്ചാൽ തന്നെ ഇതൊക്കെ ചളിപുരണ്ടു. മരിക്കോലോ എന്ന് ഞാനിവിടെ സംസാരിക്കുന്നു. ഈ ഒരു വർത്തമാനം തീരുന്നവരെ എനിക്ക് ആയുസുണ്ടോ? എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തോ അതും അറിയില്ല. അറിയോ? വല്ലാത്തൊരു അത്ഭുതമല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ. എനിക്കിത് കഴിഞ്ഞ് മംഗലാപുരത്ത് പോകണം, ഞാൻ മംഗലാപുരത്ത് എത്തുമെന്നല്ല, നാളെ സുബൈക്ക് അബുദാബിക്ക് തിരിച്ചു പോകണം, അത് എത്തുമെന്നറിയില്ല. എന്തൊക്കെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെ ക്ലാസ് ഉണ്ട്, ഇതുണ്ട്. എവിടെ എത്തുന്നത്? നമ്മളങ്ങനെ ഓടുകയാണ്. എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും പടച്ച റബ്ബേ ഇത് കഴിഞ്ഞാൽ പിന്നെ മരിക്കുമല്ലോ. എപ്പോഴാ മരിക്കുമോ? രാവിലെ നേരം വിളിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുമോ എന്ന് ഉറങ്ങുമ്പോൾ ആലോചിച്ചാൽ ഉറക്കം വരില്ല. പിന്നെ അതൊക്കെ മറപ്പിക്കുകയാണ് അള്ളാഹു. ഇല്ലെങ്കിൽ ഒരൊറ്റ കുട്ടി ഉറങ്ങൂല, എല്ലാവർക്കും ഉറക്കുളി കൊടുക്കേണ്ടി വരും. നമ്മൾ മറന്നിട്ട് ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ റബ്ബേ ഞാനിപ്പോൾ കണ്ണുമി നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടോ, എന്നെ അടുത്ത് ഇവർ കുളിപ്പിക്കുകയാണോ ചെയ്യുക, എനിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമൊക്കെ നടന്നു പോയി കുളിക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയില്ലല്ലോ. ഖാലിദീന ഫീഹാ, അതിന് പരിഹാരം സ്വർഗമേ ഉള്ളൂ. അവിടെ മരിക്കൂല, ഉറക്കൂല. ഉറക്കെന്ന് പറഞ്ഞ പരിപാടി സ്വർഗത്തിലില്ലല്ലോ. അല്ലാഹ് വലിയ ഇഷ്ടമുള്ള പരിപാടി ഉറക്കുക, അതവിടെ ഇല്ലേ എന്ന് ചിന്തിക്കണ്ട. എന്ത് കാരണം എന്നറിയോ?
ഉറക്ക് മരണത്തിൻ്റെ സഹോദരനാണത്രേ. അല്ലെങ്കിൽ സഹോദരി, എന്താ വെച്ചാൽ കുട്ടികൂളി, മരണത്തിൻ്റെ ഒരു സഹോദരനാ ഉറക്ക്, അല്ലേ? മരണം അവിടെ ഇല്ല. അപ്പം അതിൻ്റെ ഏട്ടനഞ്ചന്മാരും അവിടെ ഇല്ല. അങ്ങനെ നബി നിങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു. ഉറങ്ങേണ്ട ആവശ്യം വരില്ല. പിന്നെ എന്തിനാ ഉറങ്ങണം? ഫുൾ ടൈം എനർജറ്റിക്കാണ്. പിന്നെ എവറി ടൈം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വർഗം എവറി സെക്കൻഡ് അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് ബോറടിക്കില്ല. പുതിയ പുതിയ സംഭവങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ബോറടിക്കുക എന്ന് പറയുന്ന പരിപാടി അവിടെ ഇല്ല. പിന്നെ തോട്ടം, അരുവി, പുഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ചാലിയാറപ്പുഴയും കടലിൻ്റെ പുഴയും ഓർക്കണ്ട. ഇതൊന്നുമല്ല സ്വർഗത്തിലേത്. ദുന്യാവിലെ മുസമ്മയാത്തുകൾ ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇസ്മ മാത്രമേ ഉള്ളൂ. ആഖിറത്തിലെ മുസമ്മയാത്തുകൾ, അവിടെയുള്ള സാധനങ്ങൾ ദുന്യാവിലത്തെ സാധനങ്ങളെപ്പോലെ ഒട്ടുമേ അല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇപ്പോൾ പുഴ അവിടെ ഇപ്പോൾ ചേരിയും പാമ്പൊക്കെ വരൂലേ, എൻ്റെ ഒക്കത്തൊക്കെ പോയി നിന്നാലേ എന്ന് തോന്നണ്ട. ഇത് സ്വർഗമാണ്. അവിടുത്തെ പുഴ നാട്ടിലെ പുഴയല്ല. അവിടുത്തെ മദ്യവും അവിടുത്തെ പാനീയങ്ങളും അവിടുത്തെ പഴവർഗ്ഗങ്ങളും പേര് മാത്രമേ ഉള്ളൂ, സാധനം വേറെയാണ്. പുണ്യനബി നിങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു വഅസ്വാജും മുതഹ്ഹറ, അല്ലാഹു നിങ്ങൾക്ക് ശുദ്ധരായ ഇണകളെയും അവിടെ വെച്ചിട്ടുണ്ട്. ശുദ്ധരായവർ, അസ്വാജും മുതഹ്ഹറ, അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവരാണ്. പുരുഷന്മാർക്ക് ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ട്. അസ്വാജും മുതഹ്ഹറ വറിദ്വാനും മിനല്ലാഹ്. ഇതിൻ്റെയൊക്കെ പുറമെ അല്ലാഹു നിങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബ് പറയുന്ന സ്ഥലമാണത്. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല, ഞാൻ നിങ്ങളിൽ സംതൃപ്തനാണ് എന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്ന ഒരു ഇടമുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ലോകത്തെ വലിയ വലിയ വാഹനങ്ങളെക്കാളും നിങ്ങളുടെ സൗകര്യങ്ങളെക്കാളും നിങ്ങളുടെ എല്ലാറ്റിനേക്കാളും ഏറ്റവും നല്ലത് പരലോകത്തിന് ഒരുങ്ങലല്ലയോ? വല്ലാഹു ബസീറും ബിൽ ഇബാദ്, നിങ്ങളെ മുഴുവൻ കാണാനും നിങ്ങളുടെ മനസ്സുകളെ കാണാനും കഴിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ആർക്കാണ് സ്വർഗം? ഇങ്ങനെ ദുആ ചെയ്യണം. റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധങ്ങളായ വചനങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബേ, നിന്റെ പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിലും നുബുവത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബേ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു തരേണമേ. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് ദുആ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അസ്വാബിരീന വസ്വാദിഖീൻ വൽഖാനിതീന വൽമുൻഫിഖീൻ വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അസ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവര്. ക്ഷമയാണ് നിങ്ങൾക്ക് നല്ലത്. ക്ഷമിക്കുക, അത് ഭയങ്കര ക്വാളിറ്റിയാണ്. അത് ഇപ്പൊ തീരെ കുറവാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കുറവാണ്. ഇങ്ങനെ പകരം വീട്ടുക, പറയാ, പറഞ്ഞതിന് മറുപടി, അതിന് മറുപടി, ഇങ്ങനെ കത്തിക്കയറി പോവാൻ. ആരും ക്ഷമിക്കാനും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാനും, സത്യം തുറന്നു പറഞ്ഞു കൊടുക്കണം, അതൊക്കെ നല്ലതാണ്. തിരുത്തി കൊടുക്കണം തെറ്റ്, പിന്നെ അവിടെ നിർത്തി പോരാ. പിന്നെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ പലതും പറഞ്ഞു